കേട്ടോടാ, ആ പെണ്ണിൻ്റെ അച്ഛൻ്റെ ഫോൺ വന്നിരുന്നു. പെണ്ണ് കാണാൻ വേണ്ടി സാമ്പ്രാണിക്കുടി ചെല്ലാൻ പറഞ്ഞു. എന്ത് കൊടിയില്? സാമ്പ്രാണിക്കുടിയിൽ. വീട്ടിൽ വെച്ച് കണ്ടാ പോരെ? നാളും പേരും മാത്രം നോക്കി കല്യാണം കഴിച്ച നാട് ഇതുപോലെ ഇരിക്കും. എനിക്കെന്താ ഒരു കുറവ്? കുറവല്ലടാ, നിനക്ക് ഇത്തിരി കൂടുതലാ. എന്നാലും അവൾ എന്തിനാണോ സാമ്പ്രാണിക്കുടിയിൽ വരാൻ പറഞ്ഞത്? വെള്ളത്തിൽ പോയി ചാടാനല്ലോ നിന്നോട് പറഞ്ഞത്, പെണ്ണിനെ കാണാനല്ലേ. നീ പോയി കാണടാ. എടാ ഒരു 10-11 മണിയാവുമ്പോ ദാ ഇവനെയും കൊണ്ട് അങ്ങോട്ട് ചെല്ല്. ഈ അണ്ണനെ കൊണ്ട് പോവാനോ? ചേട്ടാ അവൻ്റെ കൂടെ കുഴപ്പം? ഒരു കുഴപ്പമില്ല. നിന്റെ അച്ഛൻ എന്നെ പെണ്ണ് കാണാൻ വന്ന് അച്ഛന്റെ ചേട്ടനെയും കൊണ്ടാ. കണ്ടപ്പോ തന്നെ എന്നെ കെട്ടിക്കോളാൻ പറഞ്ഞു. കേൾക്കാം അങ്ങോട്ട്. അങ്ങേർക്ക് ഇത്രയും വൈരാഗ്യമുണ്ടെന്ന് എനിക്ക് ഇപ്പഴാ മനസ്സിലായത്. അച്ഛാ, എന്താ വല്യച്ഛന്റെ മരണം ഒരു സ്വാഭാവിക മരണം തന്നെയാണോ? ഐ ഹാവ് സം ഡൗട്ട്സ്, ടെൽ മീ. ഈ അഴുക്കുള്ളത്തിൽ ഇറങ്ങണോ? പെണ്ണേട്ടനോ? എന്നാ ഇറങ്ങണം. ഓക്കെ. ഈ അഴുക്കുള്ളത്തിൽ ഒഴുക്കില്ലെന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെയുണ്ടോ? പിന്നെ ഇറങ്ങ. എന്താ? അല്ല, അവിടെ വരെ ലിഫ്റ്റ്. എനിക്ക് ലിഫ്റ്റ് തന്നാലെന്താ? തോർത്തെടുത്ത് ഇറങ്ങിയാ മതിയായിരുന്നു. ഇവിടെ മനുഷ്യൻ നിക്കറിടാത്തതിന്റെ ടെൻഷനിലേക്കാ. അപ്പോഴാണ് അവന്റെ തോർത്തു. നിന്റെ പെണ്ണ് കാണാൻ നടുകായൽ വെച്ചാണെങ്കിൽ നിന്റെ ഫസ്റ്റ് നൈറ്റ് നടക്കടൽ വെച്ച് ആവോടെ. അണ്ണ, ഇതിനാണ് ഡെസ്റ്റിനേഷൻ പെണ്ണ് കാണൽ എന്ന് പറയുന്നത്. എന്തോ ഡെസ്റ്റിനേഷൻ പെണ്ണ് കാണൽ? അതെങ്ങനെയാണ്? തന്തവൈപിള്ളേരൊക്കെ പിടിച്ച് വെള്ളത്തിലിറക്കി എന്നെ പറഞ്ഞാൽ മതിയല്ലോ. നീ അവളെ വിളി. ഹായ് രജിത. രജിത അതാണോ? കൊള്ളാലോ. ചോദിക്കുന്നോണ്ടൊന്നും തോന്നരുത്. എന്താണ് ഈ വെള്ളത്തിൽ വെച്ചൊരു പെണ്ണാണൽ? ഈ ചായ കൊണ്ടുവരുന്നൊക്കെ ഭയങ്കര ക്ലീശയല്ലേ? ആ, പിന്നെ നാണിക്കവും വേണം. എനിക്കാണെങ്കിൽ നാണൊന്നും വരില്ല. എനിക്കങ്ങനെ നാണമൊന്നുമില്ല. ഐ മീൻ ജനറലി. ഞാനും അങ്ങനെ നാണിച്ചിക്കണ ഒരാളൊന്നുമല്ല. എനിക്ക് നാണം വരുന്നു. രജിത ഒരു ദിവസം എത്ര നേരം കുളിക്കും പറയൂ? ഞാനൊരു 2 നേരം കുളിക്കും. ചില ദിവസങ്ങളിൽ 3 നേരം കുളിക്കും. അതേ ദിവസം? അല്ല, ഈ മരണത്തിനൊക്കെ പോയി കുളിക്കണ്ടമ്മ വീട്ടിൽ കയറ്റില്ല. അത് നല്ലതാ, അത് നല്ലതാ. അതെ, പ്ലാനിങ് ഓഫീസിലല്ലേ? അതെ. അവിടെ എന്താ പ്ലാൻ ചെയ്യണേ? അവിടെ ആക്ച്വലി ഞങ്ങൾ ഇന്നലെ ടൂർ പ്ലാൻ ചെയ്തിരുന്നു. പിന്നെ സാറിന്റെ ബർത്ത്ഡേ പാർട്ടി. പിന്നെ അതല്ല, ഗവൺമെന്റ് ഓഫീസിലെ വർക്ക് ചെയ്യണമെന്നറിയാം, പക്ഷെ എന്താ ജോലി എന്നറിയില്ല. നഗരാസൂത്രണം. അത് പറയാൻ തന്നെ ഞങ്ങളുടെ ഓഫീസിൽ 3 ദിവസം എടുക്കും. അതിന് അപേക്ഷയും കൊടുക്കണം. ഏത് കോളേജിലാ? ഞാൻ എയറോ ഏവിയേഷൻ മാവേലിക്കര. ഓ, അത് തുടങ്ങിയിട്ട് എത്ര വർഷമായി കാണും? അതൊരു 10-30 വർഷമായി കാണും. ഓ, 30 വർഷം. അതെ. എന്നെ ഇഷ്ടായോ? എന്താ, ഇഷ്ടപ്പെട്ടില്ലേ? അല്ല, പിന്നെ ഒരു മീൻ കുത്തിയിട്ട് പോയി കള്ളൻ, വിത്തൗട്ട് മൈ പെർമിഷൻ. എനിക്കിഷ്ടമില്ല. എന്നെ ഇഷ്ടമില്ല. അതെനിക്കൊന്ന് ആലോചിക്കണം. ഹലോ. ഹലോ, വിനോദല്ലേ? ഞാൻ രജിതയാ. പറ. ഇന്നലെ ചോദിച്ച 2ാമത്തെ ഉത്തരം. ഞാൻ ആദ്യം ഇച്ചിരി ചാടിയിട്ടതാ തോന്നി. പക്ഷേ എനിക്കിഷ്ടാട്ടോ. റിയലി? സത്യം. എന്നാ ഞാനൊരു സത്യം പറയട്ടെ. ഇന്നലെ സാമ്പ്രാണിക്കുടിയിലെ മീനുകൾ എന്റെ കാതിൽ മന്ത്രിച്ചു. എന്ത്? രജിതയ്ക്ക് എന്നെ ഇഷ്ടമാണെന്ന്. പോടുന്നു ചാടക്കാരി. എന്തോ? ഐ ലവ് യു. I love you too.